കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. പൊന്നു ഗുരുവായൂരപ്പൻ എന്ന ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകണ്ട്. ഒരു മിടുമിടുക്കൻ്റെ ഉണ്ണി. ആ കുഞ്ഞി കാലുമിലതാ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. ഒരു മിടുമിടുക്കൻ. അധികം തടിയൊന്നുമില്ല, ഒരു മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. നല്ല കൗതുകത്തില്. മാറത്തതാ ഒരു പതക്കം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു വെണ്ണൂറിലും ഇടത്തെ കയ്യിലൊരു ഓടക്കുഴലും രണ്ടും മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാ, രണ്ടും ഇങ്ങനെ വേറെ വേറെ പിടിച്ചതല്ല, മാറത്ത് ചേർത്ത് പിടിച്ചിരിക്കുക. ഇടത്തെ കയ്യിൽ ഓടക്കുഴലും മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ വെണ്ണൂറിലും മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. രണ്ടും എനിക്ക് സ്വന്തമാണെന്നുള്ള ഭാവം, ആ കുട്ടിത്തത്തിന്റെ ഭാവത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. നല്ല കൗതുകമുണ്ട്. ആരോ ആവശ്യപ്പെട്ടപ്പോൾ തരില്ല എന്നുള്ള ഭാവത്തിലാണ് നിൽക്കണം. കണ്ടാൽ അത്ര രസമായിട്ടുള്ള നിപ്പ. നല്ലൊരു കുറുമ്പനായുള്ള മുഖഭാവം. നല്ല പുഞ്ചിരി, കുറുമ്പത്ര ഉണ്ടെങ്കിലും നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട്. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിയിൽ സ്വർണ്ണഗോപി ഒക്കെ ചാർത്തിയിട്ടുണ്ട്. എല്ലാം നെയ്വിളക്കിന്റെ ശോഭയിൽ തിളങ്ങുന്നുണ്ട് കേട്ടോ. കണ്ണന്റെ പുഞ്ചിരി അതെ അതുപോലെ നല്ല ഭംഗിയാ കാണാൻ. ഒരു മിടുമിടുക്കനൊരു ഉണ്ണി. പൊന്നിങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരീടത്തിന്റെ മുകളിൽ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത്. ഒന്ന് വെളുത്ത പൂവിന്റെ മുകളിൽ തെച്ചിപ്പൂ ഇങ്ങനെ പൊട്ട് 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 അകനെ വെച്ചിട്ടൊന്ന്, മറ്റത് വെളുത്ത പൂവും തെച്ചിപ്പൂവും ഇടകലർന്നിട്ടൊന്ന്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് താമര മാത്രമായിട്ടുള്ളതൊന്ന്, മറ്റത് തെച്ചി തുളസി താമര ഇങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ളതൊന്ന്. അങ്ങനെ രണ്ട് ഉണ്ടമാലയും രണ്ട് തിരുമുടിമാലയാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണന് ചാർത്തിരിക്കുന്നത് കേട്ടോ. ആ ഉണ്ടമാലകളും തിരുമുടിമാലകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയായിട്ട് കെട്ടിയിട്ടുണ്ട്. അതുപോലെ തിരുമുടിമാലകളുടെ മോള് വിധാനമായിട്ട് രണ്ട് നാല് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമര തുളസിയായിട്ട് രണ്ടെണ്ണം, കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂണ്ടും രണ്ടെണ്ണം. അങ്ങനെ നാല് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. ആ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിൽക്കണ കാണാനുള്ള, ആ കണ്ണൊക്കെ നിൽക്കണ കാണാനുള്ള ഒരു ഭംഗിയുണ്ടല്ലോ, എന്തൊരു കൗതുകം അറിയോ. ഒരു ഒരു കുറുമ്പ ഭാവമാണെങ്കിലും നല്ല പുഞ്ചിരിയുണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. വലത്തെ കയ്യിൽ ഒരു വെണ്ണുറ, ഇടത്തെ കയ്യിൽ ഒരു ഓടക്കോഴ്. ഇത് രണ്ടും എൻ്റെ സ്വന്തം എന്നുള്ള ഭാവത്തിൽ മാറോട് ചേർത്ത് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. കൗതുകല്ലേ ഗുരുവായൂരപ്പാ. കാൺമീലയോ ഗോപിക തൻ മനോജ്ഞ പൊന്മേനിയിൽ കൺമിഴി പാതി മാത്രം ഉന്മീലനം ചെയ്തു കിടന്നുറങ്ങും ചിന്മാത്രമാമൻ മുകിൽ വർണ്ണ രൂപം. ഇമ്മട്ടു കാലാട്ടരുതോമനെ നീ നമ്മാവനായസ്സു കുറഞ്ഞു പോകും എന്നമ്മ തന്നോട് പറഞ്ഞ നേരം എന്തോ നിനച്ചൊന്നു ചിരിച്ചു കണ്ണൻ. ഗുരുവായൂരപ്പ നാരായണ. ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടൊക്കൊള്ളും വെണ്ണൂറിലും കയ്യിൽ പിടിച്ചുകൊണ്ട് മറോട് ചേർത്ത് പിടിച്ചിട്ട് ഒരു കുറുമ്പൻ ഭാവത്തിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ. ആ നെഞ്ചിരുവേണ്ടി ഇങ്ങനെ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന കാണാനുള്ളൊരു ഇതുണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റില്ല. അത്ര കൗതുകമുണ്ട്. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. തൃപ്പാദം രണ്ടും മുറുകെ പിടിക്കുക. ആ കണ്ണൻ്റെ രണ്ട് തൃപ്പാദം ഭക്തന്മാരായ നമുക്കുള്ളതാണ്. അപ്പോൾ മുറുകെ പിടിക്കുക, ഉറക്ക നാമം ജപിക്കുക. ആ തിരുമുഖം നോക്കുക, എന്താ വാത്സല്യമാണ് നമ്മളോട്. ഭക്തന്മാരോട് വാത്സല്യ വാരിധി തന്നെയാണ് കണ്ണൻ. അങ്ങനെ അനുഗ്രഹിച്ചു കൊണ്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകത്തിൽ. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. നമുക്ക് കണ്ണനല്ലാണ്ട് ആരാശ്രയുള്ളല്ലേ. ജപിക്കല്ലേ നാമം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.